എന്തുകൊണ്ടാണ് ഈ ഓർഗാനിക് ഷോപ്പ് ഒരാശയം എങ്ങനെ വന്നതാ? ജസ്റ്റ് പറഞ്ഞു. 2018 ഞാൻ എൻ്റെ ഒരു ഫുഡ് യൂണിറ്റ് ഇൻഡോയൂറോ ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു വർഷം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും ആ വർഷം വളരെ ബുദ്ധിമുട്ടായിട്ട് ആ ഫ്ലഡിൻ്റെ ടൈമിലെല്ലാം നമ്മളതെല്ലാം കവർ ചെയ്ത് മാർക്കറ്റിൽ എൻ്റെ പ്രോഡക്റ്റ് ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ വാല്യൂ അഡീഷൻ പല പ്രോഡക്റ്റുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിൽ നന്നായി സസ്റ്റെയിൻ ചെയ്ത് വന്ന് നല്ല ഉഷാറായി വരുന്നപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അതോടുകൂടിയിട്ട് കയറി വന്നത് ഒറ്റയടിക്കും ഞാൻ താഴത്തേക്ക് പോകുന്ന ആളാണ്. ഏകദേശം ഒരു വർഷത്തോളം കമ്പനി ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. കാരണം വർക്ക് ചെയ്യാതെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ആ സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല യൂണിറ്റുകളും നിർത്തിപ്പോയി. ഇങ്ങനെ അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ മാർക്കറ്റ് പ്ലേസ് ആണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ആ ലോക്ക്ഡൗൺ സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാം. ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ വന്നത്. എല്ലാവരുടെയും പ്രോഡക്റ്റുകൾ നമുക്കൊരു സ്ഥലത്ത് ഒരു മാർക്കറ്റ് പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഷോപ്പ് കിട്ടിയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇരിക്കുന്നതിൽ ഒരുവിധം പ്രോഡക്റ്റുകളെല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെയും അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്റ്റുകൾ. പിന്നെ അതോടൊപ്പം നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റായി ജനങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. നമ്മളെപ്പോഴും പച്ചക്കറികളിൽ വിഷാംശം ഉണ്ട് എന്ന് പറയും, നമ്മൾ മായം ചേർത്ത ഭക്ഷണം എന്നൊക്കെയാണല്ലോ നമ്മൾ. അത് മാത്രമല്ല കുക്ക് ചെയ്യുന്ന ആ പാത്രത്തിനും ഉണ്ട്. ആ ഒരു വെസൽസും നമ്മൾ നല്ലത് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് 100% ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് വരുള്ളൂ ഫുഡ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചുകൂടി കാര്യം ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ് അങ്ങനെയാണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കൽച്ചട്ടിയിലേക്ക് എത്തിയത്. ഇത് നമ്മുടെ പണ്ടത്തെ കൽച്ചട്ടി സോഫ്റ്റ് സ്റ്റോൺ കുക്ക് വെയറാണ്. ഇതിനകത്ത് ധാരാളം മെഗ്നീഷ്യം അയൺ കണ്ടിട്ട് ഒരുപാട് ഇത് കൂടുതലാണ്, മൂലകങ്ങളെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫുഡ് വെക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഒരു മാൻമെയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്ക് സ്റ്റോൺ എങ്ങനെയാണോ കിട്ടുന്നത് അതിന്ന് ലൈറ്റിൽ കർവ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി. അങ്ങനെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് 101% നാച്ചുറലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്ന് കിട്ടുന്ന ആ എസൻസും എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇത് ഞങ്ങൾ മാക്സിമം ഓരോ വീട്ടിലും ഓരോ കൽച്ചട്ടി എന്നുള്ള ഒരു